ഇറക്കിക്കോളൂ. നല്ല അരിയാ. മറ്റേ പച്ചക്കറി കുറച്ച് വേണം കേട്ടോ. കായ കുറച്ച് ഇറക്കണം. പച്ചക്കറി അതൊക്കെ നന്നായിരിക്കണം കേട്ടോ. അതെ 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 8 ലോഡ് ഉണ്ടോ? അതെ, നമ്മുടെ മറ്റേ ഇവിടേക്ക് ഇറക്കിയത് മറ്റേ സൂപ്പർ മാർക്കറ്റിലേക്ക്. ദാസേട്ടാ, അതെ നമ്മളുടെ കുരുമുളക് ഈ പ്രാവശ്യം എങ്ങനെയുണ്ട് വില? അപ്പോൾ അടക്കയ്ക്ക് വിലയുണ്ട് അല്ലേ? അല്ല, എനിക്ക് കുറച്ച് ഒരു ലോഡ് അടക്കി വരാണ്ട്. വില അവര് പറഞ്ഞ ഒരു കൊടുക്കാൻ കഴിയുക നമുക്ക്. നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ, ഒരു ബിസിനസ് അല്ലേ. കുരുമുളക് കുറച്ച് വില കുറവാണ്, അത് സമ്മതിച്ചു. ജാതി ഉണ്ട്, ജാതി വരുന്നുണ്ട്. ജാതി ഈ മഴ പെയ്തിട്ട് കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. സജ, എന്താ നീ ഫോൺ എടുക്കാൻ ഞാൻ നേരത്തെ? അതെ, നമ്മളെ ലോഡൊന്ന് കയറ്റി പോകാൻ വണ്ടി വരും ഇവിടെ. മാനേജറില്ലേ നമ്മുടെ അവിടെ? വൈകിട്ടാണ് ലോഡ് വരിക. അത് ഇറക്കിയിട്ട് വേറെ വണ്ടിയിൽ കയറ്റി വിടണം തമിഴ്നാട്ടിലേക്ക്. അങ്ങനെയാണ്, നമ്മുടെ വണ്ടിയിൽ കയറ്റി വിടണം. വേറെ വണ്ടിയിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ശരി ശരി. അമ്മ 6 മണിയായല്ലോ. നാരായണൻകുട്ടി പണി കയറുന്നില്ലല്ലോ ഈ സമയമായിട്ടും. അല്ലെങ്കിൽ 5 മണിക്ക് വെച്ച് ശമ്പളം താന്ന് പറഞ്ഞ് ബീവറേജിലേക്ക് ഓടാൻ വേണ്ടിട്ടേ. ഓണൊക്കെ ആയിട്ട് ഇപ്പൊ ഇങ്ങനെയാണോ? നാരായണൻകുട്ടിയെ വായോ. ഓണൊക്കെ അല്ലേ, അവർ കുറച്ച് നേരത്തെ പോയിക്കോ മുതലാളി. എന്താ നാരായണൻകുട്ടി ഇന്ന് നേരത്തെ ആണല്ലോന്ന്? ആ ഭാഗത്തെ പണി കഴിഞ്ഞില്ലേ? ആ താഴത്തെ. ഇന്നിപ്പോ വൈകിയല്ലേ, ഇന്നത്തെ കൂലി വേണ്ടേ പോന്നു. അപ്പൊ നാളെ നേരത്തെ വരണട്ടാ. അപ്പൊ ആ കഴിക്കണ്ട നമുക്ക്. നിക്കട്ടെ മുതലാളി. എന്നാ നാരായണൻകുട്ടിയെ, ഓണക്കല്ലേ വരണേ? ഓണം വന്നോട്ടെ. പിള്ളേർക്ക് ഡ്രസ് എടുക്കണം. ഡ്രസ് എടുത്തോളൂ. കുറച്ച് പലചരക്ക് അങ്ങനെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. മുതലാളി എന്നെ ഒന്ന് സഹായിക്കണം. അതിന് നിങ്ങൾക്ക് അന്നാന്ന് കിട്ടുന്ന കൂലി നിങ്ങൾ അന്നാന്ന് തന്നെ അവസാനിപ്പിക്കില്ല. എന്തെങ്കിലും പൈസക്ക് നിങ്ങൾ സ്വരൂപിക്ക് വെക്കണ്ടേ? ഓണക്കും പെട്ടെന്ന് വരുന്നില്ലല്ലോ. നമ്മുടേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ശരി, ഞങ്ങൾക്കുണ്ട് പ്രശ്നങ്ങള്. അത് നാലുകൂട്ടി മനസ്സിലാക്കണ്ടായിരുന്നു. ഈ ഓണം വരും, വിഷു വരും, അസുഖം വരും, കുറച്ച് പൈസ സമ്പാദ്യം വേണ്ട. ഒന്നുമില്ല നിങ്ങളുടെ കയ്യിൽ. ഓണൊക്കെ വരണേ. കുട്ടികളാണെങ്കിൽ പുതിയ ഡ്രസ്സ് എടുക്കാന്നൊക്കെ പറഞ്ഞ് വാശി കൂടി. ആണെങ്കിൽ എന്തെങ്കിലാണെങ്കിൽ ഒരു സാമ്പത്തികം പിന്നെ എന്നെ സഹായിക്കണം. അത് ശരിയാ നാരായണൻകുട്ടിയെ, എൻ്റെ കാര്യം തനിക്കറിയടോ. ആ വെള്ളപ്പൊക്കത്തിൽ എല്ലാം വാഴ കൃഷി കുരുമുളക് എല്ലാം നശിച്ചു പോയില്ലേ? എൻ്റെ കടയിൽ വെള്ളം കയറിയില്ലേ? എത്ര രൂപ വരെ നഷ്ടം വന്നു? താനൊന്നും എല്ലാം അറിയണ്ടത്, എനിക്കറിയാവുന്നതല്ലത്. പിന്നെയും താൻ ഈ പൈസ ചോദിക്കുന്നതിൻ്റെ അർത്ഥം. എനിക്കുമുണ്ട് ബുദ്ധിമുട്ട് താങ്കളെ പോലെ. ശരി മുതലാളി, ഞാൻ എന്തെങ്കിലും വേറെ വഴി നോക്കാം. നാരായണൻകുട്ടി വായോ. ഞാനത് പറഞ്ഞപ്പോഴേക്കും നാരായണൻകുട്ടി വിഷമിച്ചോ? അതാ തിരിച്ചു പിടിച്ചത്. വായോ. നാരായണൻകുട്ടിയെ, ഇത് നീ ചെയ്ത ജോലിയുടെ പൈസ തന്നെയാണ്. നീ അന്നാമത്തെ പൈസ അന്നാമത് അവസാനിപ്പിക്കല്ലേ പതിവ്. ഞാൻ കുറച്ച് പൈസ നിനക്ക് വേണ്ടി സ്വരൂപിച്ചു വെച്ചു നിന്റെ ജോലിയിൽ നിന്ന്. ആ പൈസയാണിത്. ആൾക്കാർക്ക് പറയില്ലേ ബോണസ്, അതൊരു മറ്റൊരു വിധത്തിലുള്ള പൈസ. മനസ്സിലായില്ലേ? സങ്കടപ്പെടുന്നും വേണ്ട. നാരായണൻകുട്ടി, അപ്പോൾ നാരായണൻകുട്ടി ഒരു കാര്യം പറയാൻ മറന്നുപോയി. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.